ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ കേക്കാണ് കാണിക്കാൻ പോകുന്നത്. കോഫി സ്പഞ്ചാണ് ഈ ഒരു കേക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്പഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്പഞ്ച് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു കപ്പ് മൈദ അളന്നെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടില്ല, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1-2 തവണ കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് കോഫി മിക്സ് തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് വെക്കുക. ഇതിനി നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ചൂടാറി കിട്ടണം. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ള ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിലെത്തുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം 3-4 മിനിറ്റ് സമയമെടുക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി മിക്സ് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓയിൽ പുരട്ടി വെച്ച സോസ് പാനിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സോസ് പാനിൻ്റെ അടിയിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിന് മുകളിലായിട്ട് വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ 25-30 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ബേക്കായി വന്നിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കുക. കേക്ക് ചൂടാറുമ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട ഡൽഗോണ കാൻഡി തയ്യാറാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാരമലൈസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഒഴിച്ച് വെക്കാൻ വേണ്ട ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഇത് സ്റ്റൗവിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൻ്റെ നിറം ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗവിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ളത് കേക്കിൻ്റെ ഫില്ലിങ്ങിനായി ഉപയോഗിക്കാം. കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പൊടിച്ചെടുത്തതും ക്രഷ് ചെയ്തെടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഈ പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇനി അടുത്തതായിട്ട് കോഫി ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രീം രൂപത്തിലായി കിട്ടും. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം പുരട്ടിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പിന് പകരമായിട്ട് കോഫി സിറപ്പാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം തേച്ച് കൊടുക്കുക. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ഡാൽഗോണ ക്യാൻഡി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2 ലെയറും ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലെയർ വെച്ച് സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് കേക്കിനെ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി ക്രീമിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്ക് പുറത്തെടുത്ത് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.